നമസ്കാരം. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ കൊലവിളി പ്രസ്താവന നടത്തുകയും അശ്ലീല അധിക്ഷേപം ഉന്നയിക്കുകയും ചെയ്ത RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിനെതിരെ സിറ്റി സൈബർ പോലീസ് കേസെടുത്തു. AIYF നേതാവ് ജിസ്മോന്റെ പരാതിയിലാണ് നടപടി. ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധങ്ങൾക്കെതിരെ വെടിവെപ്പ് ഭീഷണിയും സ്ത്രീകളെ ലക്ഷ്യമിട്ട് അശ്ലീല അധിക്ഷേപ പരാമർശങ്ങളും നടത്തിയ സംഭവത്തിൽ RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിനെതിരെ പോലീസ് കേസ്. AIYF നേതാവ് ജിസ്മോൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചത്. നേരത്തെ ഈ വിഷയത്തിൽ കേസെടുക്കാൻ പോലീസ് വൈകുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ വിഷയം ഉന്നയിച്ച കേസെടുക്കുന്നതിലെ കാലതാമസത്തിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചും രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. പത്രിക എന്ന യൂട്യൂബ് ചാനലിലൂടെ നൽകിയ അഭിമുഖത്തിലാണ് നാടിനെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന രീതിയിലുള്ള വെല്ലുവിളികളും വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന അധിക്ഷേപ പരാമർശങ്ങളും TG മോഹൻദാസ് നടത്തിയത്. ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നയിക്കുന്ന പ്രതിഷേധ പ്രക്ഷോഭങ്ങളെ നേരിടാൻ തനിക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ ജന്തർ മന്ദറിൽ അടിയന്തരമായി കർഫ്യൂ പ്രഖ്യാപിക്കുമായിരുന്നുവെന്നും പ്രതിഷേധക്കാരെ ക്രൂരമായി വെടിവെച്ചിടുമായിരുന്നുവെന്നുമാണ് മോഹൻദാസ് പരസ്യമായി പറഞ്ഞത്. ജന്തർ മന്ദറിൽ 4 കിലോമീറ്റർ ചുറ്റളവിൽ കർഫ്യൂ പ്രഖ്യാപിച്ച ശേഷം ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിലൂടെ 3 തവണ മാത്രം ആവശ്യപ്പെടും. അതിനുശേഷം യാതൊരു ദയയുമില്ലാതെ വെടിവെക്കും. വെടിവെപ്പിൽ കുറെ ആളുകൾ ചിതറിയോടുകയും കുറെ പേർ മരിക്കുകയും കുറെ പേർക്ക് ഗുരുതരമായി അംഗഭംഗം സംഭവിക്കുകയും ചെയ്യും. ഒടുവിൽ വെറും 4 മണിക്കൂർ കൊണ്ട് പ്രക്ഷോഭരംഗം ശാന്തമാക്കിയ ശേഷം വീണുകിടക്കുന്ന ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകോപനപരമായ കൊലവിളി പ്രസ്താവന. ഇത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തി പരിചയമുള്ള ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. മുൻപ് നടന്ന ഗുജറാത്ത് കലാപം ഓർത്തു നോക്കണമെന്ന് പറഞ്ഞ മോഹൻദാസ് അന്ന് 14 ജില്ലകളിൽ പടർന്ന കലാപത്തെ യാതൊരു ഭരണപരിചയവുമില്ലാത്ത അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയാണ് കൈകാര്യം ചെയ്തതെന്നും അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പോലും കൈയൊഴിഞ്ഞിട്ടും മോദി ഒറ്റയ്ക്ക് നിന്ന് എല്ലാം സഹിച്ച് ക്രമസമാധാനം പുനഃസ്ഥാപിച്ചുവെന്നും കൂട്ടിച്ചേർത്തു. ഇതിനു പുറമെ സമരം ചെയ്യുന്ന പെൺകുട്ടികളെയും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും കടുത്ത ഭാഷയിൽ അശ്ലീലമായി അധിക്ഷേപിക്കാനും അദ്ദേഹം മടിച്ചില്ല. അവിടെയുള്ളത് ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന കൂട്ടരാണെന്നും കൂട്ടബലാത്സംഗം നടന്നാലും ദൈവം സഹായിച്ചതിൽ പരാതി ഉണ്ടാവില്ല എന്നുമാണ് യൂട്യൂബ് ചാനലിലൂടെ മോഹൻദാസ് ആക്ഷേപിച്ചത്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കഥയെപ്പോലും വക്രീകരിച്ചുദ്ധരിച്ചുകൊണ്ട് അത്തരം പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും പെൺകുട്ടികളുമാണ് സമരരംഗത്തുള്ളതെന്നും ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ഗുണ്ടകൾക്ക് ഇതെല്ലാം പ്രിയപ്പെട്ട കാര്യങ്ങളാണെന്നും അദ്ദേഹം അധിക്ഷേപിച്ചു. സമരം ചെയ്യുന്നവർക്കിടയിൽ ആരെങ്കിലും ചത്താൽ ഉടൻ അവരെ രക്തസാക്ഷിയാക്കുകയാണെന്നും മോഹൻദാസ് പറഞ്ഞു. എന്തായാലും മോഹൻദാസിനെതിരെ കേസെടുത്തിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന രീതിയിൽ സമൂഹത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതിനുള്ള ഉത്തരമായി സൈബർ കേസാണ് ചുമത്തിയിരിക്കുന്നത്. അധിക്ഷേപ പരാമർശം, കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് TG മോഹൻദാസിനെതിരെ കേസ്.